ഹലോ ടീച്ചേഴ്സ്, നമസ്തേ. പുതുതായിട്ട് വന്ന പാർട്ട് ടൈം ജൂനിയർ ലാംഗ്വേജ് ടീച്ചർ ഹിന്ദി, ഫുൾ ടൈം ജൂനിയർ ലാംഗ്വേജ് ടീച്ചർ ഹിന്ദിയുടെ സിലബസാണ് ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം, GK കറണ്ട് അഫെയർസ് റിനൈസൻസ് ഇൻ കേരള 20 മാർക്കിനാണ് ക്വസ്റ്റ്യൻസ്. അപ്പോൾ ജനറൽ നോളജ് ആൻഡ് കറണ്ട് അഫെയർസ് ചോദിക്കും. അപ്പോൾ നമ്മളൊരു 6 മാസത്തിൻ്റെ ഉള്ളിൽ, അതായത് എക്സാമിൻ്റെ ഒരു 6 മാസം മുമ്പ് വരെ ഉള്ളത് നോക്കുക, അല്ലെങ്കിൽ ഒരു കൊല്ലത്തിൻ്റെ ഉള്ളിലുള്ളത് നോക്കാം. മിനിമം 6 മാസത്തെങ്കിലും നോക്കിയിരിക്കണം. ഫസ്റ്റത്തെ സേലിയൻ ഫീച്ചേഴ്സ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്. സേലിയൻ ഫീച്ചേഴ്സ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ, പ്രിയാമ്പിൾ, ഇറ്റ്സ് സിഗ്നിഫിക്കൻസ് ആൻഡ് ഇറ്റ്സ് പ്ലേസ് ഇൻ ദി ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ ആണ് വരുന്നത് അതിൽ. പിന്നെ ഫണ്ടമെൻ്റൽ റൈറ്റ്സ്, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി, റിലേഷൻ ബിറ്റ്വീൻ fundamental rights and directive principles, fundamental duties, executive, legislature, judiciary, both at union and state level, other constitutional authorities ആണ് വരുന്നത്. പിന്നീട് സെൻറ്റർ സ്റ്റേറ്റ് റിലേഷൻസ്, ലെജിസ്ലേറ്റീവ്, അഡ്മിനിസ്ട്രേറ്റീവ് ആൻഡ് ഫിനാൻഷ്യൽ. പിന്നീട് സർവീസസ് അണ്ടർ ദി യൂണിയൻ ആൻഡ് ദി സ്റ്റേറ്റ്സ്. പിന്നെ എമർജൻസി പ്രൊവിഷൻസ് വരുന്നുണ്ട്. പിന്നെ അമെൻമെൻറ്റ് ഓഫ് പ്രൊവിഷൻസ് ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ വരുന്നുണ്ട്. പിന്നീട് വരുന്നത് അതർ കോൺസ്റ്റിറ്റ്യൂഷൻ അതോറിറ്റീസ്, ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ, ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷനാണ് വരുന്നത്. പിന്നീട് UPSC, സ്റ്റേറ്റ് പബ്ലിക് സർവീസ് കമ്മീഷൻസ്, ഇൻഫോർമേഷൻ കമ്മീഷൻ എക്സെട്ര. പിന്നീട് വരുന്നത് സോഷ്യൽ വെൽഫെയർ ലെജിസ്ലേഷൻസ് ആൻഡ് പ്രോഗ്രാംസ് ആണ്. പിന്നെ സോഷ്യൽ വെൽഫെയർ ലെജിസ്ലേഷൻസ് ആൻഡ് പ്രോഗ്രാംസിൽ വരുന്നത് സോഷ്യൽ സർവീസ് ലെജിസ്ലേഷൻ ലൈക്ക് റൈറ്റ് ടു ഇൻഫോർമേഷൻ ആക്ട് വരുന്നുണ്ട്. പിന്നീട് പ്രിവെൻഷൻ ഓഫ് അട്രോസിറ്റീസ് അഗെയിൻസ്റ്റ് വുമൺ, പിന്നെ ചിൽഡ്രൻ, ഫുഡ് സെക്യൂരിറ്റി ആക്ട്, എൻവിയോൺമെൻറ്റൽ ആക്ട്, പിന്നെ എക്സെട്ര. പിന്നെ വരുന്നത് ആൻഡ് സോഷ്യൽ വെൽഫെയർ പ്രോഗ്രാംസ് ലൈക്ക് എംപ്ലോയ്മെൻറ്റ് ഗ്യാരണ്ടി പ്രോഗ്രാം, ഓർഗൻ ആൻഡ് ബ്ലഡ് ഡൊണേഷൻ എക്സെട്ര ആണ്. പിന്നെ കറണ്ട് അഫെയർസ് നോക്കുക. പിന്നീട് റിനൈസൻസ് ഇൻ കേരളയിൽ വരുന്നതിൽ റിനൈസൻസ് ഇൻ കേരള ആൻഡ് ഫ്രീഡം മൂവ്മെൻ്റ് ആണ്. ടുവേർഡ്സ് എ ന്യൂ സൊസൈറ്റി ആണ്. അതിൽ ഇൻട്രൊഡക്ഷൻ ടു ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ, വാരിയസ് മിഷണറി ഓർഗനൈസേഷൻ ആൻഡ് ദെയർ ഫങ്ഷനിങ്, ഫൗണ്ടിങ് ഓഫ് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ, ഫാക്ടറീസ്, പ്രിൻറ്റിംഗ് പ്രസ്, CMS പ്രസ് എക്സെട്ര. നമ്മൾ 20 മാർക്കിൻ്റെ എന്ന് പറഞ്ഞിട്ട് മാറ്റി നിർത്താൻ പറ്റാത്തൊരു ഘടകം തന്നെയാണ് ഈ ഒരു ഏരിയ എന്ന് പറയുന്നത്. ഒരുപാട് ഭയങ്കര ഒരു വലിയൊരു ഏരിയ ആണ്. അപ്പോൾ അത് നോക്കിയിട്ട് തന്നെ പോകണം. പിന്നെ എഫേർട്ട് ടു റീഫോം ദി സൊസൈറ്റി ആണ്. അതിൽ സോഷ്യോ റിലീജിയസ് റീഫോം മൂവ്മെൻറ്റ്സ് വരുന്നുണ്ട്. അതിൽ SNDP യോഗം, നായർ സർവീസ് സൊസൈറ്റി, യോഗക്ഷേമ സഭ, സാധുജന പരിപാലന സംഘം, ബാലസമുദായ പരിഷ്കാരിണി സഭ, സമത്വ സമാജം, ഇസ്ലാം ധർമ്മ പരിപാലന സംഘം, പ്രത്യക്ഷ രക്ഷ ദൈവസഭ, സഹോദര പ്രസ്ഥാനം എക്സെട്ര ഒക്കെയാണ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ സ്ഥാപകർ ആരൊക്കെയാണ്, ഇയർ, പിന്നെ അതിൻ്റെ ഉദ്ദേശങ്ങൾ ഒക്കെ ഇതിൽ ചോദിക്കും. പിന്നീട് സ്ട്രഗിൾസ് ആൻഡ് സോഷ്യൽ റിവോൾട്ട്സ് ആണ്. അപ്പർ ക്ലോത്ത് റിവോൾട്ട്സ്, ചന്നാർ എജിറ്റേഷൻ, വൈക്കം സത്യാഗ്രഹ, ഗുരുവായൂർ സത്യാഗ്രഹ, പാലിയം സത്യാഗ്രഹ, കുട്ടംകുളം സത്യാഗ്രഹ, ടെമ്പിൾ എൻട്രി പ്രൊക്ലമേഷൻ, ടെമ്പിൾ എൻട്രി ആക്ട്, മലയാളി മെമ്മോറിയൽ, ഈഴവ മെമ്മോറിയൽ എക്സെട്ര. പിന്നെ മലബാർ റൈറ്റ്സ്, സിവിൽ ഒബീഡിയൻസ് മൂവ്മെൻറ്റ്, അബ്സ്റ്റേഷൻ മൂവ്മെൻറ്റ് എക്സെട്ര. ആദ്യമൊക്കെ ഒരു 1 വേർഡിലായിരുന്നു ക്വസ്റ്റ്യൻ, ഇയർ, അതിൻ്റെ സ്ഥാപകരൊക്കെ. ഇപ്പോൾ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ടാണ് ക്വസ്റ്റ്യൻ, ആ പാറ്റേൺ മാറിയിട്ടുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് പഠിക്കണം. പിന്നെ വരുന്നത് റോൾ ഓഫ് പ്രസ് ഇൻ റിനൈസൻസ് ആണ്. അതിൽ മലയാളി, സ്വദേശാഭിമാനി, വിവേകോദയം, മിതവാദി, സ്വരാജ്, മലയാള മനോരമ, ഭാഷാപോഷിണി, മാതൃഭൂമി, കേരള കൗമുദി, സമദർശി, കേസരി, അല്ലമീൻ, പ്രഭാതം, യുക്തിവാദി, ദീപിക, നസ്രാണി ദീപിക എക്സെട്ര ഒക്കെയാണ് വരുന്നത്. പിന്നീട് വരുന്നത് അവേക്കനിങ് ത്രൂ ലിറ്ററേച്ചറിൽ നോവൽ, ഡ്രാമ, പോയട്രി, പുരോഗമന സാഹിത്യ പ്രസ്ഥാനം, നാടക പ്രസ്ഥാനം, ലൈബ്രറി മൂവ്മെൻറ്റ്സ് എക്സെട്രയാണ് വരുന്നത്. പിന്നീട് വുമൻ ആൻഡ് സോഷ്യൽ ചേഞ്ചിൽ പാർവതി നെന്മേനിമംഗലം, ആര്യ പള്ളം, AV കുട്ടിമാളുവമ്മ, ലളിത പ്രഭു, അക്കമ്മ ചൊറിയാൻ, അന്ന ചാണ്ടി, ലളിതാംബിക അന്തർജനം ആൻഡ് അതേഴ്സ് നോക്കണം. പിന്നീട് ലീഡേഴ്സ് ഓഫ് റിനൈസൻസ് ഒരു 40ൻ്റെ മേലെ ലീഡേഴ്സ് വരുന്നുണ്ട്. തൈക്കാട്ടയ്യ, വൈകുണ്ഠർ, ശ്രീനാരായണ ഗുരു, അയ്യങ്കാളി, ചട്ടമ്പി സ്വാമികൾ, ബ്രഹ്മാനന്ദ ശിവയോഗി, വാഗ്ബടാനന്ദ, പൊയ്കയിൽ യോഹന്നാൻ, കുമാരഗുരു, ഡോക്ടർ പൽപ്പു, പാലാക്കുന്നത്ത് അബ്രഹാം മാൽപ്പൻ, മമ്പുറം തങ്ങൾ, സഹോദരൻ അയ്യപ്പൻ, പണ്ഡിറ്റ് KP കറുപ്പൻ, പാമ്പാടി ജോൺ ജോസഫ്, മന്നത്ത് പത്മനാഭൻ, VT ഭട്ടതിരിപ്പാട്, വക്കം അബ്ദുൽ ഖാദർ മൗലവി, മക്തി തങ്ങൾ, ബ്ലെസ്ഡ്
ഏലിയാസ് കുര്യാക്കോസ് ചാവറ, ബാരിസ്റ്റർ GP പിള്ളൈ, TK മാധവൻ, മൂർക്കോത്ത് കുമാരൻ, C കൃഷ്ണൻ, KP കേശവമേനോൻ, ഡോക്ടർ അയ്യത്താൻ ഗോപാലൻ, CV കുഞ്ഞിരാമൻ, കുരൂർ നീലകണ്ഠൻ നമ്പൂതിരിപ്പാട്, വേലുക്കുട്ടി അരയൻ, KP വള്ളോൻ, PK ചാത്തൻ മാസ്റ്റർ, K കേളപ്പൻ, P കൃഷ്ണപിള്ളൈ, AK ഗോപാലൻ, TR കൃഷ്ണസ്വാമി അയ്യർ, C കേശവൻ, സ്വാമി ആനന്ദതീർത്ഥൻ, MC ജോസഫ്, കുറ്റിപ്പുഴ കൃഷ്ണപിള്ളൈ, നിധീരിക്കൽ മണിക്കത്തനാർ ആൻഡ് അതേഴ്സ്. അപ്പോൾ ഇവരുടെയൊക്കെ ജനിച്ച വർഷം ചോദിക്കുന്നുണ്ട്, പിന്നെ അവരുടെ കൃതികൾ, പിന്നെ അവരുടെ പ്രസ്ഥാനങ്ങൾ, അങ്ങനെ പല രീതിയിലും അവരെക്കുറിച്ചുള്ളത് ചോദിക്കും. അപ്പോൾ ആ രീതിയിലൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കണം. പിന്നീട് ലിറ്റററി ഫിഗേഴ്സാണ്. കൊടുങ്ങല്ലൂർ കുഞ്ഞുകുട്ടൻ തമ്പുരാൻ, കേരളവർമ്മ വലിയ കോയി തമ്പുരാൻ, കണ്ടത്തിൽ വർഗീസ് മാപ്പിള, കുമാരനാശാൻ, വള്ളത്തോൾ നാരായണമേനോൻ, ഉള്ളൂർ S പരമേശ്വരയ്യർ, G ശങ്കരക്കുറുപ്പ്, ചങ്ങമ്പുഴ കൃഷ്ണപിള്ളൈ, ചന്തുമേനോൻ, വൈക്കം മുഹമ്മദ് ബഷീർ, കേശവദേവ്, തകഴി ശിവശങ്കരപിള്ളൈ, പൊൻകുന്നം വർക്കി, SK പൊറ്റക്കാട് ആൻഡ് അതേഴ്സ്. പിന്നെ ജനറൽ നോളജും കറണ്ട് അഫെയർസാണ്. അപ്പോൾ നമ്മൾ ഏറ്റവും ചെറിയ ഫീസിൽ ജനറൽ ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതായത് PDF നോട്ട്സും ടെലഗ്രാം പോൾസും GKയും കറണ്ട് അഫെയർസൊക്കെ 500 രൂപയാണ് ഫീസുള്ളൂ. പിന്നെ ഹിന്ദിയുടെ ഫീസ് ഇപ്പോൾ നമ്മൾ നിലവിൽ 1300 ഇപ്പോൾ ലാസ്റ്റ് ബാച്ചിന്. അപ്പോൾ 1200 ആക്കിയിട്ടുണ്ട് ഹിന്ദിക്ക്. നമ്മളൊരു 20 ദിവസം കൊണ്ട് സിലബസ് കംപ്ലീറ്റ് ചെയ്ത് തരും. അപ്പോൾ May 28-നാണ് എക്സാം. ഒരു മാസത്തിൽ കൂടുതലുണ്ട്. അപ്പോൾ ഇപ്പോൾ തന്നെ നന്നായിട്ട് പ്രിപ്പയർ ചെയ്താൽ നമുക്ക് ആ എക്സാമിനെങ്കിലും ഒരു ലിസ്റ്റിലെങ്കിലും നമുക്ക് കയറാൻ വേണ്ടി കഴിയും. അപ്പോൾ ആ രീതിയിൽ നന്നായിട്ട് പ്രിപ്പയർ ചെയ്താൽ മാത്രമാണ് നമുക്കൊരു ലിസ്റ്റിൽ കയറാൻ വേണ്ടി കഴിയുള്ളൂ. അപ്പോൾ ഇതെല്ലാം നമ്മൾ ഓരോരോ ടോപ്പിക്ക് നമ്മൾ PDF ആക്കിയിട്ട് നോട്ട്സ് തരും. ജനറൽ ഹിന്ദി ആണെങ്കിൽ വോയിസ് ക്ലാസ്സും പിന്നെ PDF നോട്ട്സ്, ഡെയിലി 5 ക്വസ്റ്റ്യൻസ്, എക്സാം ഉണ്ടാവും, മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സൊക്കെ ജനറലും ഹിന്ദിക്കൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇനി അടുത്ത് നമുക്ക് ഹിന്ദിയുടെ ഇത് നോക്കാം. പാർട്ട് 2. മറ്റേത് 20 മാർക്കിനാണെങ്കിൽ 80, ടോട്ടൽ 100-നാണ് കേട്ടോ. 100 മാർക്കിനാണ്. അപ്പോൾ പാർട്ട് 2-ൽ ഫസ്റ്റ് മൊഡ്യൂളിൽ ഹിസ്റ്ററി ഓഫ് ഹിന്ദി ലിറ്ററേച്ചറാണ്. ഹിന്ദി സാഹിത്യക്ക് ഇതിഹാസം 12 മാർക്കിനാണ് ചോദിക്കുക. ആൻഷ്യൻ്റ് ആൻഡ് മെഡീവിയൽ പീരീഡ്, രാസോ ആൻഡ് ലൗകിക് സാഹിത്യ, ഭക്തി മൂവ്മെൻറ്റ്, കബീർദാസ്, സൂർദാസ്, തുളസീദാസ് ആൻഡ് ജായസി, രീതി പീരീഡ്, കേശവദാസ്, ബിഹാരി, ഗനാനന്ദ ആൻഡ് ഭൂഷൺ. അപ്പോൾ ഇതിൽ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ സിലബസിൽ പ്രത്യേകം ഹിന്ദിയുടെ കാര്യമാണ് പറയണത്. ഹിന്ദിയുടെ സിലബസിൽ എടുത്തു പറയുന്ന കുറച്ച് കവികളുണ്ട്. അവരുടെ ഒക്കെ കവിതകൾ, കൃതികൾ ഒക്കെ നോക്കി പോവുക. ചിലപ്പോൾ അവരുടെ വരികളൊക്കെ ഈ ജായസിൻ്റെയും ഈ ബിഹാരിൻ്റെയും സൂർദാസിൻ്റെയും ഒക്കെയാണ് ചോദിക്കാറുള്ളത്. ഇതുവരെ വന്ന ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഒരു പാറ്റേൺ വെച്ചിട്ടാണ് ഈ പറയുന്നത് കേട്ടോ. അടുത്തത് മൊഡ്യൂൾ 2-ൽ ഡെവലപ്മെൻറ്റ് ഓഫ് ഹിന്ദി ലിറ്ററേച്ചർ ഇൻ റിനൈസൻസ് പീരീഡാണ്. അതും 12 മാർക്കാണ്. ഭാരതേന്ദു ദ്വിവേദി, ഭാരതേന്ദു ഹരിശ്ചന്ദ്ര, മഹാവീർ പ്രസാദ് ദ്വിവേദി, മൈഥിലി ശരൺ ഗുപ്ത, ജയശങ്കർ പ്രസാദ് ആൻഡ് പ്രേംചന്ദ് കേട്ടോ. അടുത്തത് മൊഡ്യൂൾ 3-ൽ മോഡേൺ ആൻഡ് കണ്ടംപററി ലിറ്റററി ട്രെൻഡ്സ് അപ് ടു 2000 ആണ്. അതിൽ ഛായവാദ്, പ്രകൃതിവാദ്, പ്രയോഗവാദി, നയി കവിത, समकालीन कविता, स्वतंत्रोत्तर हिंदी उपन्यास, कहानी, नाटक ആൻഡ് ആലോചന, ഹിന്ദി ലിറ്ററേച്ചർ ഇൻ കേരള പ്രീ ആൻഡ് പോസ്റ്റ് ഇൻഡിപെൻഡൻറ്റ് പീരീഡ് ആണ്. അപ്പോൾ ഹിന്ദി നമ്മൾ ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഹിന്ദിയുടെ ഈ കേരള സാഹിത്യ ഇതിഹാസ്, അതായത് കേരളമേ ഹിന്ദി സാഹിത്യ ഇതിഹാസ് അതിൻ്റെ ഒരു നോട്ട്സ് മാത്രമാണെങ്കിൽ നമ്മൾ 400 രൂപയ്ക്ക് ഫുൾ നോട്ട്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർ വാട്സപ്പിലോ മെസ്സേജ് ചെയ്താൽ മതി, അല്ലെങ്കിൽ വിളിക്കുകയോ ചെയ്താൽ മതി കേട്ടോ. അടുത്ത മൊഡ്യൂൾ 4-ൽ ഹിസ്റ്ററി ഓഫ് ഹിന്ദി ലാംഗ്വേജ് ആണ്. 12 മാർക്ക് തന്നെയാണ്. ഒറിജിൻ ആൻഡ് ഡെവലപ്മെൻറ്റ് ഓഫ് ഹിന്ദി ലാംഗ്വേജ്, ക്ലാസിഫിക്കേഷൻ ആൻഡ് ലാംഗ്വേജ്, ഭാഷാ പരിവാർ, ഭാരതീയ ആര്യഭാഷയും, ഹിന്ദിക്ക് ബോലിയാം, ദേവനാഗരി ലിപി. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ തന്നെയാണ്. അപ്പോൾ നമുക്കറിയാം ഹിന്ദിക്ക് 5 ഉപഭാഷകൾ, 18 ബോലികളുണ്ട്. അപ്പോൾ അതെല്ലാം ഓരോന്ന് പഠിക്കണം. പിന്നെ അതിൻ്റെ സ്ഥലങ്ങൾ ഒക്കെ എല്ലാം മൈന്യൂട്ടായിട്ട് നോക്കി പോവുക. പിന്നെ അടുത്ത മൊഡ്യൂൾ 5-ൽ വരുന്നത് ഗ്രാമർ ആൻഡ് ലിംഗ്വിസ്റ്റിക്സ് ആണ്. സഖ്യ, സർവനാം, വിശേഷൺ, ക്രിയ, കാരക്, വാച്യ ആൻഡ് കാല്, സംരചന, ധ്വനി, റൂപ്, വാക്യ, ശബ്ദ ആൻഡ് അർത്ഥ്. അടുത്തത് മൊഡ്യൂൾ 6-ൽ ലിറ്റററി തോട്ട്സ് ആൻഡ് ഈസ്റ്റേൺ ആൻഡ് വെസ്റ്റേൺ ആണ്. ഗ്രാമറും 12 മാർക്കിലാണ് വരുന്നത്. ലിറ്റററി തോട്ട്സ്, പാശ്ചാത്യ കാവ്യശാസ്ത്രം വരുന്നത്, ഭാരതീയ കാവ്യശാസ്ത്രം 10 മാർക്കിനാണ്. അപ്പോൾ കാവ്യഭേദ്, കാവ്യ സമ്പ്രദായ, രാസ, അലങ്കാർ, രീതി, ധ്വനി, വക്രോക്തി ഓർ ഔചിത്യ. പിന്നെ ശബ്ദശക്തി, അലങ്കാർ, അനുപ്രാസ, ഉപമ, ഉത്പ്രേക്ഷ, രൂപക്, ശ്ലേഷാൻ, യമക്. പിന്നെ ചന്ദ്, ദോഹ, ചൗപ്പായി, സോറട്ട, ഇന്ദ്രവജ്ര ആൻഡ് മാലിനി. അപ്പോൾ അടുത്തത് പിന്നെ മൊഡ്യൂൾ 7-ൽ ഫങ്ഷണൽ ഹിന്ദി ആൻഡ് ജേർണലിസം 10 മാർക്കാണ്. ഹിന്ദി ആസ് രാഷ്ട്രഭാഷ, രാജുഭാഷ, സമ്പർക്ക് ഭാഷ ആൻഡ് സഞ്ചാർ ഭാഷ, പാരിഭാഷിക് ശബ്ദാവലി, മീഡിയ ലേഖൻ, പ്രിൻ്റ് ആൻഡ് ഇലക്ട്രോണിക് മീഡിയ, ഇതൊക്കെയാണ് വരുന്നത്. അപ്പോൾ നമ്മൾ നിങ്ങൾക്ക് ഏത് ടോപ്പിക്കിൻ്റെ നോട്ട്സ് വേണമെങ്കിലും സെപ്പറേറ്റ് ആയിട്ട് അയച്ചു തരും.
പ്രൊവൈഡ് ചെയ്യും. ഇനി ഒരുമിച്ചാണെങ്കിലും ചെറിയൊരു ഫീസ് തന്നെയേ ഉള്ളൂ. അപ്പോൾ താല്പര്യമുള്ളവരൊക്കെ ഒന്ന് മെസ്സേജ് അയക്കുക, എന്തെങ്കിലും ചെയ്യാം. അപ്പോൾ ഈ ഒരു രീതിയിൽ വലിയ സിലബസിൽ മാറ്റമൊന്നുമില്ല എങ്കിലും സിലബസ് ഒന്ന് നന്നായിട്ട് തന്നെ അറിഞ്ഞിരിക്കണം. അതിനനുസരിച്ചിട്ട് വേണം ഹിന്ദിയും ജനറലും നിങ്ങൾ പ്രിപ്പയർ ചെയ്യാൻ. വെറുതെ പോയിട്ടൊരു എക്സാം അറ്റൻഡ് ചെയ്തിട്ട് ആ രീതിയിലൊന്നല്ല. ഇപ്പോൾ വളരെയധികം ഉയർന്ന കട്ട് ഓഫ് തന്നെയാണ്. അപ്പോൾ കാൻഡിഡേറ്റ്സ് കൂടുന്തോറും കട്ട് ഓഫും കൂടും. അപ്പോൾ നിലവിൽ ലാസ്റ്റ് എക്സാമിനടക്കം 42 കട്ട് ഓഫ് വന്നിട്ടുള്ളത്. പല ജില്ലകളിലും പല വേരിയേഷൻ 45, 35, 38 നമുക്കറിയാം. 50ൻ്റെ ഉള്ളിൽ തന്നെയാണ് വന്നിട്ടുള്ളത്. 50ൻ്റെ മുകളിലും പോയിട്ടുണ്ട്. അപ്പോൾ ആ രീതിയിൽ തന്നെ നമ്മൾ പ്രിപ്പയർ ചെയ്യണം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ആശംസകൾ അറിയിക്കുന്നു. നന്നായിട്ട് എക്സാമിന് പ്രിപ്പയർ ചെയ്യുക. ചുരുങ്ങിയ ദിവസങ്ങളിലുള്ള എക്സാമിന് ചാനലിൽ ഒരുപാട് വീഡിയോസ് ഇട്ടിട്ടുണ്ട്. എല്ലാവരും കാണുക. ധന്യവാദം.